ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ ഈ പുതിയ ദിവസവും നമ്മെ നടത്തിക്കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് സ്തോത്രമർപ്പിക്കാം. ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ നയിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഈ പുതിയ പ്രഭാതത്തിനും ഞങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നു ഞങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിക്കുവാൻ തമ്പുരാനെ അവിടുന്ന് കൃപ നൽകണമേ. നീതിയോടെയും കരുണയോടെയും സത്യത്തോടെയും കൂടി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അങ്ങയുടെ ഹിതപ്രകാരം അവിടുന്ന് ക്രമപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായന പുറപ്പാട് പുസ്തകം 23 അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗമാണ്. അവിടെ ഇപ്രകാരം നാം കാണുന്നു: നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം മറിച്ചു കളയരുത്. കള്ളക്കാര്യം വിട്ട് അകന്നിരിക്കുക. കുറ്റമില്ലാത്തവനെയും നീതിമാനെയും കൊല്ലരുത്. ഞാൻ ദുഷ്ടനെ നീതീകരിക്കുകയില്ലല്ലോ. സമ്മാനം കാഴ്ചയുള്ളവരെ കുരുടാക്കുകയും നീതിമാന്മാരുടെ വാക്കുകളെ മറിച്ചു കളയുകയും ചെയ്യുന്നത് കൊണ്ട് നീ സമ്മാനം വാങ്ങരുത്. പരദേശിയെ ഉപദ്രവിക്കരുത്. നിങ്ങൾ മിസ്രയീം ദേശത്ത് പരദേശികളായിരുന്നതുകൊണ്ട് പരദേശിയുടെ അനുഭവം അറിയുന്നുവല്ലോ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ദൈവം തൻ്റെ ജനത്തോട് നീതിയെയും കരുണയെയും കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ഒരു ദരിദ്രനോ ബലഹീനനോ ആയ വ്യക്തിക്ക് നീതി ഒരിക്കലും നിഷേധിക്കരുത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണിത്. സമൂഹത്തിൽ സ്ഥാനമോ സമ്പത്തോ സ്വാധീനമോ ഇല്ലാത്തവരുടെ അവകാശങ്ങൾ, അവയെ പോലും ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. അതേസമയം കള്ളസാക്ഷ്യം പറയരുത്. നിരപരാധിയെ കുറ്റക്കാരനാക്കരുത്. കൈക്കൂലി വാങ്ങരുത് എന്നും കർത്താവ് ഈ തിരുവചനത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. കാരണം കൈക്കൂലി എന്നത് സത്യത്തെ വളച്ചൊടിക്കുന്ന, നീതിയെ അന്ധമാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. മറ്റൊരു പ്രധാന സന്ദേശം അന്യദേശക്കാരെ കുറിച്ചാണ്. നിങ്ങൾ ഒരിക്കൽ അന്യദേശക്കാരനായിരുന്നു, അതിനാൽ അന്യനെ പീഡിപ്പിക്കരുത് എന്ന് ദൈവം ഈ തിരുവചനത്തിലൂടെ പറയുന്നു. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാൻ കഴിയുന്ന അനുഭവങ്ങൾ നമ്മെ സഹായിക്കണം. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലും ഈ സന്ദേശം വളരെ പ്രസക്തമാണ്. കുടുംബത്തിൽ, ജോലിസ്ഥലത്ത്, സമൂഹത്തിൽ, സഭയിൽ എല്ലാം നാം എപ്പോഴും സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുന്നവരായിരിക്കണം. ആരും കാണുന്നില്ലെങ്കിലും ദൈവം നമ്മെ കാണുന്നുണ്ടെന്ന ബോധ്യത്തോടെ നാം ജീവിക്കണം. മറ്റുള്ളവരുടെ ബലഹീനതയെ നാം ഒരിക്കലും ചൂഷണം ചെയ്യാതെ അവരെ ഉയർത്തിപ്പിടിക്കുന്നവരാകണം. അന്യരോടും സഹായം ആവശ്യമുള്ളവരോടും സ്നേഹവും കരുണയും കാണിക്കണം. ദൈവം നീതിയുടെ ദൈവമാണ്. അവിടുത്തെ മക്കളായ നാമും നീതിയിലും സത്യത്തിലും നടക്കുവാൻ വിളിക്കപ്പെട്ട ജനമാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച ഈ തിരുവചനത്തിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. സത്യത്തെ സ്നേഹിക്കുവാനും നീതിയെ പിന്തുടരുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കൈക്കൂലിയുടെയും കള്ളത്തിൻ്റെയും അനീതിയുടെയും വഴികളിൽ നിന്ന് തമ്പുരാനെ അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദരിദ്രരെയും ബലഹീനരെയും അന്യരെയും സ്നേഹത്തോടും കരുണയോടും കൂടെ കാണുവാനുള്ള നല്ല ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഇന്നു ഞങ്ങളുടെ കുടുംബങ്ങളെയും
ഞങ്ങളുടെ ജോലികളെയും ഞങ്ങളുടെ യാത്രകളെയും ഞങ്ങളുടെ ആരോഗ്യത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ. ഇന്നത്തെ ദിവസം അങ്ങയുടെ സമാധാനത്തിലും കൃപയിലും ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.